ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു റിവർ റാഫ്റ്റിങ്ങിന് പോയാലോ? ന്യൂസിലൻഡിലെ റൊട്ടോറുവയിലുള്ള റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. മോർണിംഗ് ആണ്, 10 o'clock, ലേറ്റാണ്. എനിവേ ഞങ്ങൾ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് ഞങ്ങൾ 4 പേരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പക്ഷേ അവർ നല്ല ധൈര്യമൊക്കെ തന്ന് നമ്മൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. റൊട്ടോറുവ എത്തി, 17 minutes ലേറ്റാണ്. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവർ നമുക്ക് ഡ്രസ്സും ബൂട്ടും ഹെൽമെറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഓൾറെഡി ഡ്രസ്സെല്ലാം എടുത്തായിരുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. എനിവേ ഞങ്ങൾ ഡ്രസ്സപ്പ് എല്ലാം ചെയ്ത് ബൂട്ടും ഹെൽമെറ്റെല്ലാം ഇട്ട് നമുക്ക് സെറ്റായി. നമുക്ക് 2 ഇൻസ്ട്രക്ടേഴ്സ്, ഒരു ഗൈഡ് എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാം സെറ്റപ്പായി. ഇനി നമ്മൾ റിവർ റാഫ്റ്റിങ്ങിലേക്ക് പോവാണ്. അതിനകത്ത് നമുക്ക് 5 centimeter 7 centimeter വാട്ടർഫോളാണുള്ളത്. അതിൽ ഇൻസ്ട്രക്ടറുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പോകാം. നല്ല ഭംഗിയുള്ളൊരു കാടിനകത്തൂടെയുള്ള റിവറാണ്. 5 centimeter ഓക്കെ ആയിരുന്നു. 7 centimeter കുറച്ച് പേടിച്ചു, പക്ഷേ ഓക്കെ ആയി. ഞങ്ങൾ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തു. നന്നായി എൻജോയ് ചെയ്തു. സൂപ്പറായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് റിവർ റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ നൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നന്നായി ക്ഷീണിച്ചു. ഫുള്ള് ബഹളമൊക്കെ ആയിരുന്നു നമ്മൾ ഓരോ വാട്ടർഫോളിലേക്ക് വീഴുമ്പോഴും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പെരി ചിക്കനും ബർഗറും ഓർഡർ ചെയ്തു. അതെല്ലാം കഴിച്ച് ഞങ്ങൾ നല്ല യമ്മി ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. അത് പറയാതിരിക്കാൻ വയ്യ. എനിവേ റിവർ റാഫ്റ്റിംഗ് മസ്റ്റായിട്ട് നിങ്ങൾ ന്യൂസിലൻഡിലെങ്കിൽ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഡ്വൈസ്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 4 മണിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്.